ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു കുഞ്ഞീസ് ക്ലാസ്. നമുക്കിന്ന് 7th സ്റ്റാൻഡേർഡ് ജോഗ്രഫിയുടെ 3rd ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. ഏതാണ് 3rd ചാപ്റ്റർ? ചാപ്റ്റർ 3 അവർ ചേഞ്ചിങ് എർത്ത്. ചാപ്റ്റർ 1 ഉം 2 ഒക്കെ എല്ലാവരും നന്നായിട്ട് പഠിച്ചോ? അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ എക്സാം ടോപ്പേഴ്സും കൂടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോസ് കാണുകയും ഒക്കെ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഈ പുതിയ ചാപ്റ്ററിലേക്ക് പോകാം. The lithosphere is broken into a number of plates known as the lithospheric plates. Lithosphere എന്താണ് lithosphere? The hard top ലെയർ ഓഫ് എർത്ത്, അല്ലേ? നമ്മുടെ എർത്തിൻ്റെ ഏറ്റവും മുകളിൽ കാണുന്ന ഒരു ഹാർഡായിട്ടുള്ള ലെയറിനെയാണ് നമ്മൾ ലിഥോസ്ഫിയർ എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചതാണ്, എല്ലാവരും ഓർക്കുന്നില്ലേ? അപ്പം ഈ ലിഥോസ്ഫിയർ ഒരുപാട് പ്ലേറ്റ്സ് ആയിട്ട് ബ്രോക്കൺ ചെയ്തിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ ലിഥോസ്ഫിയറിക് പ്ലേറ്റ്സ് എന്ന് പറയുന്നത്. You will be surprised to know that these plates move around very slowly, just a few millimeters each year. ഈ പ്ലേറ്റ്സ്, ഈ ലിഥോസ്ഫിയറിക് പ്ലേറ്റ്സ് വളരെ സ്ലോ ആയിട്ട് മൂവ് ചെയ്യാറുണ്ട്. ചില വർഷങ്ങളിൽ കുറച്ച് മില്ലിമീറ്റേഴ്സ് മാത്രമാണ് അവർ മൂവ് ചെയ്യാറുള്ളത്. അപ്പം ഈ ലിഥോസ്ഫിയറിക് പ്ലേറ്റ്സും മൂവ് ചെയ്യാറുണ്ട്. ദിസ് ഈസ് ബിക്കോസ് ഓഫ് ദ മൂവ്മെൻറ്റ് ഓഫ് ദ മോൾട്ടൺ മാഗ്മ ഇൻസൈഡ് ദി എർത്ത്. നമ്മുടെ എർത്തിൻ്റെ അകത്തുള്ള മോൾട്ടൺ മാഗ്മ, നമുക്കറിയാം എർത്തിനുള്ളിൽ മോൾട്ടൺ മാഗ്മ ഉണ്ടെന്നല്ലേ നമ്മൾ ലാസ്റ്റ് ചാപ്റ്റർ 2nd ചാപ്റ്ററിൽ പഠിച്ചതാണ്. അപ്പോൾ ഈ മോൾട്ടൺ മാഗ്മ മൂവ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ ലിഥോസ്ഫിയറിക് പ്ലേറ്റ്സും മൂവ് ചെയ്യുന്നത്. The molten magma inside the earth moves in a circular manner as shown in the activity. ഈ ആക്ടിവിറ്റി, ഇവിടെ ഒരു ആക്ടിവിറ്റി കാണിച്ചിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് പോകാം. ഈ ആക്ടിവിറ്റിയിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ ഈ മോൾട്ടൺ മാഗ്മ, നമ്മുടെ എർത്തിൻ്റെ അകത്തുള്ള മോൾട്ടൺ മാഗ്മ ഒരു സർക്കുലർ മാനറിലാണ് മൂവ് ചെയ്യുന്നത്. അപ്പം ലിഥോസ്ഫിയർ ഒരുപാട് പ്ലേറ്റ്സ് ആയിട്ട് ബ്രോക്കൺ ചെയ്തിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ ലിഥോസ്ഫിയറിക് പ്ലേറ്റ്സ് എന്ന് പറയുന്നത്. ഈ ലിഥോസ്ഫിയറിക് പ്ലേറ്റ്സ് വളരെ സ്ലോ ആയിട്ട് മൂവ് ചെയ്യാറുണ്ട്. ചില വർഷങ്ങളിൽ, അല്ലെങ്കിൽ ഒരു വർഷം ഫ്യൂ മില്ലിമീറ്റേഴ്സ്, അത്ര ഒരു ഷോർട്ട് ഡിസ്റ്റൻസ് ആണ് ഈ ലിഥോസ്ഫിയറിക് പ്ലേറ്റ്സ് മൂവ് ചെയ്യാറുള്ളത്. ഈ ലിഥോസ്ഫിയറിക് പ്ലേറ്റ്സിൻ്റെ ഈ മൂവ്മെൻറ്റ് എന്തുകൊണ്ടാണ് വരുന്നത്? എർത്തിനുള്ളിലുള്ള മോൾട്ടൺ മാഗ്മ മൂവ് ചെയ്യുന്നത് കൊണ്ടാണ്. ഓക്കെ, അങ്ങനെ ഈ എർത്തിനുള്ളിലുള്ള മോൾട്ടൺ മാഗ്മ മൂവ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ലിഥോസ്ഫിയറിക് പ്ലേറ്റ്സും വളരെ സ്ലോ ആയിട്ട് മൂവ് ചെയ്യും. ഈ മോൾട്ടൺ മാഗ്മയുടെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് സർക്കുലർ മാനറിലാണ്. അതെങ്ങനെയാണ് നമുക്ക് ഈ ആക്ടിവിറ്റി നോക്കി മനസ്സിലാക്കാൻ പറ്റും. Activity: take a small colored paper pellet and put it in a beaker half filled with water. Place the beaker on a tripod stand and heat it. As the water warms up, you will observe that the paper pellet is moving upward along with the warm layers of water and then sinks back along with the cooler layers of water. The molten magma inside the earth moves in a similar manner. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ആക്ടിവിറ്റി ചെയ്യേണ്ടത്? ഒരു ബീക്കറിൽ പകുതി ഫില്ല് ചെയ്ത് വെള്ളം എടുക്കുക, അതിലേക്ക് നമ്മൾ ഒരു കളറുള്ള ഒരു പേപ്പർ പെല്ലറ്റ് ഇടുക, എന്നിട്ട് ഇത് ഒരു ട്രൈപോഡ് സ്റ്റാൻഡിൻ്റെ മുകളിൽ വെച്ച് നമുക്ക് ഹീറ്റ് ചെയ്യാം. അങ്ങനെ വെള്ളം തിളയ്ക്കുന്ന അനുസരിച്ച് ഈ പേപ്പർ പെല്ലറ്റ് മുകളിലേക്ക് പൊങ്ങുകയും താഴുകയും ചെയ്യും, അല്ലേ? അതുപോലെ തന്നെയാണ് നമ്മുടെ എർത്തിനുള്ളിലുള്ള മോൾട്ടൺ മാഗ്മയും മൂവ് ചെയ്യുന്നത്. അതെങ്ങനെയാണ് മൂവ് ചെയ്യുന്നതെന്ന് നമ്മളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ആക്ടിവിറ്റി ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുള്ളത്. ദ മൂവ്മെൻറ്റ് ഓഫ് ദീസ് പ്ലേറ്റ്സ് കോസസ് ചേഞ്ചസ് ഓൺ ദി സർഫസ് ഓഫ് ദി എർത്ത്. ദ എർത്ത് മൂവ്മെൻറ്റ്സ് ആർ ഡിവൈഡഡ് ഓൺ ദ ബേസിസ് ഓഫ് ദ ഫോഴ്സസ് വിച്ച് കോസ് ദം. അപ്പം ഈ പ്ലേറ്റ്സിൻ്റെ മൂവ്മെൻറ്റ് കാരണം എർത്തിൻ്റെ സർഫസിൽ ചേഞ്ചസ് ഉണ്ടാവാറുണ്ട്. ഈ എർത്തിൻ്റെ മൂവ്മെൻറ്റ്സിനെ അതിൽ എർത്തിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസിൻ്റെ ബേസിൽ ഈ മൂവ്മെൻറ്റ്സിനെ നമ്മൾ ഡിവൈഡ് ചെയ്യാറുണ്ട്. അതായത് ഇപ്പം ഇൻറ്റീരിയർ എർത്തിൻ്റെ ഉള്ളിൽ നിന്നാണ് ഈ ഫോഴ്സ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മളതിനെ എൻഡോജനിക് ഫോഴ്സസ് എന്ന് പറയും. എന്നാൽ എർത്തിൻ്റെ സർഫസിലേക്ക്, അതായത് പുറത്താണ് ഈ ഫോഴ്സസ് ആക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മളതിനെ എക്സോജനിക് ഫോഴ്സസ് എന്ന് പറയും. അപ്പോൾ ഈ ഫോഴ്സസിൻ്റെ ബേസിസിൽ എർത്തിൻ്റെ മൂവ്മെൻറ്റ്സിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതാണ് ഇവിടെ ഒരു ടേബിളിൽ തന്നിട്ടുള്ള എർത്തിൻ്റെ മൂവ്മെൻറ്റിനെ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിൻ്റെ ബേസിസിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എൻഡോജനിക് ഫോഴ്സസും എക്സോജനിക് ഫോഴ്സസും. എൻഡോജനിക് ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ എർത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഫോഴ്സാണ്.
ഇൻറ്റീരിയർ പാർട്ട് ഓഫ് ദ എർത്ത്, അവിടെ നിന്ന് വരുന്ന ഫോഴ്സാണ് ഈ എൻഡോജനിക് ഫോഴ്സ് എന്ന് പറയുന്നത്. എക്സോജനിക് ഫോഴ്സ് എന്ന് പറയുന്നത് എർത്തിൻ്റെ സർഫസിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ്. അപ്പോൾ ഈ രണ്ട് ഫോഴ്സിൻ്റെയും ബേസിസിൽ ഈ എർത്തിൻ്റെ മൂവ്മെൻറ്റ്സിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് വൺ എൻഡോജനിക് ഫോഴ്സസ്, അതിനെ വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സഡൻ ഫോഴ്സസ് എന്നും ഡയാസ്ട്രോഫിക് ഫോഴ്സസ് എന്നും ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. എന്താണ് സഡൻ ഫോഴ്സസിൽ വരുന്നത്? എർത്ത് ക്വേക്ക്, വോൾക്കാനോ, ലാൻഡ് സ്ലൈഡ്സ്, ഇതൊക്കെ സഡൻ ഫോഴ്സസിൽ വരുന്നതാണ്. ഡയാസ്ട്രോഫിക് ഫോഴ്സസിൽ വരുന്നതാണ് ബിൽഡിംഗ് മൗണ്ടെയിൻസ്. ഓക്കെ, ഇനി അടുത്ത എക്സോജനിക് ഫോഴ്സസ്, ഇറോഷണൽ ആൻഡ് ഡിപ്പോസിഷണൽ, റിവർ, വിൻഡ്, സീ വേവ്സ്, ഗ്ലേസിയേഴ്സ്. ഓക്കെ, അപ്പോൾ എർത്തിൻ്റെ മൂവ്മെൻറ്റിനെ എൻഡോജനിക് ഫോഴ്സസ് എന്നും എക്സോജനിക് ഫോഴ്സസ് എന്നും തിരിച്ചിട്ടുണ്ട്. എൻഡോജനിക് ഫോഴ്സസിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, സഡൻ ഫോഴ്സസും ഡയാസ്ട്രോഫിക് ഫോഴ്സസും. സഡൻ ഫോഴ്സസിൽ വരുന്നതാണ് എർത്ത് ക്വേക്ക്, വോൾക്കാനോ, ലാൻഡ് സ്ലൈഡ്സ്. ഡയാസ്ട്രോഫിക് ഫോഴ്സസിൽ വരുന്നതാണ് ബിൽഡിംഗ് മൗണ്ടെയിൻസ്. അടുത്ത എക്സോജനിക് ഫോഴ്സസ്, അതായത് ഇറോഷണലും ഉണ്ട് ഡിപ്പോസിഷണലും ഉണ്ട്. അങ്ങനെയാണ് റിവർ, വിൻഡ്, സീ വേവ്സ്, ഗ്ലേസിയേഴ്സ് ഒക്കെ ഉണ്ടാവുന്നത്. Lithospheric plates. The Earth's crust consists of several large and some small, rigid, irregularly shaped plates which carry continents and the ocean floor. അപ്പോൾ നമ്മൾ ലിതോസ്ഫിയറിക് പ്ലേറ്റ്സ് എന്ന് പറഞ്ഞല്ലേ, ലിതോസ്ഫിയർ നമ്പർ ഓഫ് പ്ലേറ്റ്സ് ആയിട്ട് ബ്രോക്കൺ ചെയ്തിട്ടുണ്ട്, അതാണ് ലിതോസ്ഫിയറിക് പ്ലേറ്റ്സ് എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ ഡെഫിനിഷനാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അതായത് എർത്തിൻ്റെ ക്രസ്റ്റ്, അതായത് എർത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ആയിട്ടുള്ള ആ ഒരു ലെയർ, അതാണ് ക്രസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ, നമ്മൾ പഠിച്ചതല്ലേ. ആ എർത്തിൻ്റെ ക്രസ്റ്റ് അത് ലാർജ് അല്ലെങ്കിൽ ഒരുപാട് സ്മോൾ ആയിട്ടുള്ള റിജിഡ് ഇറഗുലർലി ഷേപ്പായിട്ടുള്ള പ്ലേറ്റ്സ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അവിടെ കോണ്ടിനെൻസും അതുപോലെ തന്നെ ഓഷ്യൻ ഫ്ലോറും ഉണ്ട്. അതിനെയാണ് നമ്മൾ ലിതോസ്ഫിയറിക് പ്ലേറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എർത്തിൻ്റെ ക്രസ്റ്റിൽ ലാർജും സ്മോളും ആയിട്ടുള്ള റിജിഡ് ഇറഗുലർലി ഷേപ്ഡ് ആയിട്ടുള്ള പ്ലേറ്റ്സ് ഉണ്ട്. ആ പ്ലേറ്റ്സ് ബോത്ത് കോണ്ടിനെൻസും ഓഷ്യൻ ഫ്ലോസും ക്യാരി ചെയ്യാറുണ്ട് അല്ലേ. ഇതാണ് ലിതോസ്ഫിയറിക് പ്ലേറ്റ്സ്. മനസ്സിലായോ? Endogenic forces sometimes produce sudden movements and at the other times produce slow movements. Sudden movements like earthquakes and volcanoes cause mass destruction over the surface of the earth. അപ്പോൾ നമ്മൾ ഈ ടേബിളിൽ കണ്ട പോലെയാണ് എർത്തിൻ്റെ മൂവ്മെൻറ്റിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് അല്ലേ, എൻഡോജനിക് ഫോഴ്സസും എക്സോജനിക് ഫോഴ്സസും. ഈ എൻഡോജനിക് ഫോഴ്സസ് സഡൻ ഫോഴ്സസും ഉണ്ടാക്കും, അതുപോലെ തന്നെ ഡയാസ്ട്രോഫിക് ഫോഴ്സസും ഉണ്ടാക്കും. നമ്മൾ ആ ടേബിളിൽ കണ്ടതാ അല്ലേ. അപ്പോൾ ഈ സഡൻ ഫോഴ്സസിൽ വരുന്നതാണ് ഈ എർത്ത് ക്വേക്കും വോൾക്കാനും ലാൻഡ് സ്ലൈഡ്സും ഒക്കെ. ഇതൊക്കെ വളരെ പെട്ടെന്ന് വരുന്ന എൻഡോജനിക് ഫോഴ്സസ് കാരണം ഉണ്ടാകുന്ന വളരെ പെട്ടെന്ന് വരുന്ന എർത്തിലുണ്ടാകുന്ന കുറച്ച് മൂവ്മെൻറ്റ്സ് ആണ്. ഇതൊക്കെ കാരണം വലിയ നാശനഷ്ടങ്ങൾ, മാസ് ഡിസ്ട്രക്ഷൻ നമ്മുടെ എർത്തിൻ്റെ സർഫസിൽ ഉണ്ടാവാറുണ്ട്. A volcano is a vent in the Earth's crust through which molten material erupts suddenly. വോൾക്കാനോ എന്ന് പറയുന്നത് ഒരു ഓപ്പണിംഗ് ആണ്. വെൻ്റ് എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ്. വോൾക്കാനോ ജസ്റ്റ് ഓപ്പണിംഗ് ആണ്. ഈ ഡയഗ്രത്തിൽ കാണാവുന്ന പോലെ ജസ്റ്റ് ഒരു ഓപ്പണിംഗ് ആണ്. അതിലൂടെയാണ് ഈ മോൾട്ടൺ മാഗ്മ അല്ലെങ്കിൽ മോൾട്ടൺ മെറ്റീരിയൽ ഭൂമിക്കടിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. അപ്പം ഭൂമിക്കടിയിലുള്ള ഈ മോൾട്ടൺ മാഗ്മ പുറത്തേക്ക് ഇറപ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു വഴിയാണ് ഈ വോൾക്കാനോ എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ വോൾക്കാനോ ഇറപ്ഷൻ എന്നൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ. ആ സമയത്ത് ഈ ഭൂമിക്കടിയിലുള്ള ഈ മോൾട്ടൺ മാഗ്മ പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഈ ഡയഗ്രത്തിൽ കാണാവുന്ന പോലെ ആ റെഡ് കളറിലുള്ളതാണ് മോൾട്ടൺ മാഗ്മ എന്ന് പറയുന്നത്. ഇത് പുറത്തേക്ക് വരും. ആ സമയത്ത് വളരെ റെഡ് കളറിലുള്ള നല്ല മോൾട്ടൺ മാഗ്മ എന്ന് പറയുമ്പോൾ നല്ല ചൂടാണ് അതിനല്ലേ. ആ നല്ല റെഡ് കളറിലുള്ള ആ ഒരു മോൾട്ടൺ മാഗ്മ പുറത്തേക്ക് വരുന്നതാണ് ഈ വോൾക്കാനിക് ഇറപ്ഷൻ എന്ന് പറയുന്നത്. വേർഡ് ഒറിജിൻ എൻഡോജനിക്. ഓക്കെ, അതായത് എൻഡോ എന്ന് പറഞ്ഞാൽ ഇൻസൈഡ് എന്നും ജെനിക് എന്ന് പറഞ്ഞാൽ ഒറിജിൻ. അപ്പോൾ എൻഡോജനിക് എന്ന് പറഞ്ഞാൽ ഇൻസൈഡ് ഒറിജിൻ, അകത്തുനിന്ന് ഉണ്ടാവുന്നതിനെയാണ് എൻഡോജനിക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എക്സോജനിക്, എക്സോ എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ്, ജെനിക് എന്ന് പറഞ്ഞാൽ ഒറിജിൻ, പുറത്തുണ്ടാവുന്നതിനെയാണ് നമ്മൾ എക്സോജനിക് എന്ന് പറയുന്നത്. അപ്പം വേർഡ് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ലേ. എൻഡോ എന്ന് പറഞ്ഞാൽ ഇൻസൈഡും എക്സോ എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡും. അപ്പോൾ എൻഡോജനിക് ഫോഴ്സസും എക്സോജനിക് ഫോഴ്സസും പഠിക്കാനായിട്ട് പെട്ടെന്ന് എളുപ്പം ആയിരിക്കും അല്ലേ.
പെട്ടെന്ന് നമുക്ക് പഠിക്കാൻ പറ്റത്തില്ല. കാരണം എൻഡോജനിക് ഫോഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കപ്പോൾ മനസ്സിലാവും. എൻഡോ എന്ന് പറഞ്ഞാൽ ഇൻസൈഡാണ്. അപ്പം എൻഡോജനിക് ഫോഴ്സസ് ഇൻറ്റീരിയറിൽ നിന്ന് വരുന്ന ഫോഴ്സാണ്. അതുപോലെ തന്നെ എക്സോജനിക് ഫോഴ്സ് പറയുകയാണെങ്കിൽ എക്സോ എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ്. അപ്പോൾ എക്സോജനിക് ഫോഴ്സ് എർത്തിൻ്റെ സർഫസിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. അപ്പോൾ ഇങ്ങനെ വേർഡിൻ്റെ മീനിങ് പഠിക്കുന്നതിലൂടെ നമുക്ക് പെട്ടെന്ന് ഡെഫിനിഷൻസ് എൻഡോജനിക് ഫോഴ്സിൻ്റെ എക്സോജനിക് ഫോഴ്സിൻ്റെയും ഡെഫിനിഷൻ കൂടി നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. Similarly, when the lithospheric plates move, the surface of the earth vibrates. നമ്മൾ പറഞ്ഞു ലിത്തോസ്ഫിയറിക് പ്ലേറ്റ്സ് വളരെ സ്ലോ ആയിട്ട് മൂവ് ചെയ്യാറുണ്ടെന്നല്ലേ. ആ മൂവ്മെൻറ്റിൻ്റെ സമയത്ത് എർത്ത് വൈബ്രേറ്റ് ചെയ്യാറുണ്ട്. എർത്തിൻ്റെ സർഫസ് വൈബ്രേറ്റ് ചെയ്യും. The vibrations can travel all around the earth. These vibrations are called earthquakes. അപ്പം ഈ ലിത്തോസ്ഫിയറിക് പ്ലേറ്റ്സ് മൂവ് ചെയ്യും. എന്തുകൊണ്ടാണ് ലിത്തോസ്ഫിയറിക് പ്ലേറ്റ്സ് മൂവ് ചെയ്യുന്നത്? മോൾട്ടൺ മാഗ്മ മൂവ് ചെയ്യുന്നതുകൊണ്ട്. അങ്ങനെ മോൾട്ടൺ മാഗ്മ മൂവ് ചെയ്ത് ലിത്തോസ്ഫിയറിക് പ്ലേറ്റ്സ് മൂവ് ചെയ്യുന്ന സമയത്ത് എർത്തിൽ വൈബ്രേഷൻസ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ എർത്ത് ക്വേക്ക് എന്ന് പറയുന്നത്. The place in the crust where the movement starts is called the focus. എവിടെയാണോ ഈ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ക്രിസ്റ്റിൽ എവിടെയാണോ ഏത് ഭാഗത്തു നിന്നാണോ ഈ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ ഫോക്കസ് എന്ന് പറയുന്നത്. The place on the surface above the focus is called the epicenter. ഈ ഫോക്കസിന് മുകളിലുള്ള ആ ഒരു സർഫസിനെയാണ് നമ്മൾ എപ്പിസെൻറ്റർ എന്ന് പറയുന്നത്. അപ്പം എർത്ത് ക്വേക്ക് എന്ന് പറയുന്നത് ഈ വൈബ്രേഷൻസ് ആണ്. ലിത്തോസ്ഫിയറിക് പ്ലേറ്റ്സ് മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വൈബ്രേഷൻസിനെയാണ് നമ്മൾ എർത്ത് ക്വേക്ക് എന്ന് പറയുന്നത്. എവിടെ നിന്നാണ് ഈ മൂവ്മെൻറ്റ് തുടങ്ങുന്നത് അതിനെ നമ്മൾ ഫോക്കസ് എന്ന് പറയും. ഈ ഫോക്കസിന് മുകളിലുള്ള ആ ഒരു സർഫസിനെ നമ്മൾ എപ്പിസെൻറ്റർ എന്നും പറയും. വൈബ്രേഷൻസ് ട്രാവൽ ഔട്ട്വേർഡ്സ് ഫ്രം ദി എപ്പിസെൻറ്റർ ആസ് വേവ്സ്. ഈ എപ്പിസെൻറ്ററിൽ നിന്ന് ഈ വൈബ്രേഷൻസ് വേവ്സ് തിരമാലകൾ പോലെയാണ് ഈ വൈബ്രേഷൻസ് മൂവ് ചെയ്യുന്നത്. ഗ്രേറ്റസ്റ്റ് ഡാമേജ് ഈസ് യൂഷ്വലി ക്ലോസസ്റ്റ് ടു ദി എപ്പിസെൻറ്റർ ആൻഡ് ദ സ്ട്രെങ്ത് ഓഫ് ദ എർത്ത് ക്വേക്ക് ഡിക്രീസസ് അവേ ഫ്രം ദ സെൻറ്റർ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഡാമേജ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എർത്ത് ക്വേക്ക് ആ വൈബ്രേഷൻസ് ഒക്കെ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് ഈ എപ്പിസെൻറ്ററിലായിരിക്കും. ഈ എപ്പിസെൻറ്ററിൽ നിന്ന് മാറിയുള്ള സ്ഥലങ്ങളുടെ ദൂരം കൂടുന്നതനുസരിച്ച് ഈ എർത്ത് ക്വേക്ക് അവിടേക്കുള്ള എർത്ത് ക്വേക്കിൻ്റെ ആ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഡിക്രീസ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ വൈബ്രേഷൻസ് ഫീൽ ചെയ്യുന്നത് എപ്പിസെൻറ്ററിന് അടുത്തുള്ള സ്ഥലങ്ങളിലും ആയിരിക്കും. അവിടെ നിന്ന് മാറുന്നതനുസരിച്ച് ഈ എർത്ത് ക്വേക്കിൻ്റെ സ്ട്രെങ്ത് കുറഞ്ഞുകൊണ്ടേ ഇരിക്കും. ഇവിടെ ഒരു ഡയഗ്രാം തന്നിട്ടുണ്ട്. അതിനകത്ത് ഫോക്കസും അതിൻ്റെ മുകളിലുള്ള സർഫസിന് എപ്പിസെൻറ്ററും ഒക്കെ ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ. അതുപോലെ തന്നെ ഈ വേവ്സിൻ്റെ മൂവ്മെൻറ്റും. ഡു യു നോ ദർ ആർ 3 types of earthquake waves? P waves or longitudinal waves, S waves or transverse waves, L waves or surface waves. അപ്പം 3 ടൈപ്പ് earthquake waves ഉണ്ട്. P waves അല്ലെങ്കിൽ longitudinal waves, അതുപോലെ തന്നെ S waves അല്ലെങ്കിൽ transverse waves, പിന്നെ L waves അല്ലെങ്കിൽ surface waves. അങ്ങനെ 3 ടൈപ്പ് earthquake waveസും ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ലിത്തോസ്ഫിയറിക് പ്ലേറ്റ്സിനെ കുറിച്ചും എൻഡോജനിക് ഫോഴ്സസ്, എക്സോജനിക് ഫോഴ്സസ്, അതിനെ ബേസ് ചെയ്തിട്ടുള്ള എർത്തിൻ്റെ മൂവ്മെൻറ്റിൻ്റെ ഡിവിഷൻസ്, പിന്നെ നമ്മുടെ എർത്ത് ക്വേക്ക്, വോൾക്കാനോ, പിന്നെ ഫോക്കസ്, എപ്പിസെൻറ്റർ, പിന്നെ എർത്ത് ക്വേക്കിൻ്റെ മൂവ്മെൻറ്റ്സ്, ആ വേവ്സിൻ്റെ മൂവ്മെൻറ്റ്സിനെ ബേസ് ചെയ്തിട്ടുള്ള 3 ഡിവിഷൻസ്, പി വേവ്സ്, എസ് വേവ്സ്, എൽ വേവ്സ്. ഇത് ഇത്രയും പഠിച്ചല്ലേ? എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. അപ്പോൾ ബാക്കി പോർഷൻസ് നമുക്ക് നാളെ പഠിക്കാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ നോട്ടിഫിക്കേഷൻസ് ഓൺ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ ഇനി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.